ഇന്ന് സുധാമേനോൻ ഒരു മുരിങ്ങ മുളകൂശിയായിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. ഈ മുരിങ്ങ മുളകൂശി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു പ്രിയപ്പെട്ട കറിയുമാണ്. എന്ന് മാത്രമല്ല മുരിങ്ങയുടെ ഗുണങ്ങളൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ച് വെച്ചു. ഇതിലൊരു 3/4 കപ്പ് പരിപ്പ് കൃത്യമായി എടുത്ത് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ ഒരു പ്രൊസീജിയറൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പിന്നെ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതാണ് ഒരു അരമുറി തേങ്ങ, ഒരു 2-3 ഉള്ളി. ശരിക്കും ഒരു 2 വലിയ ഉള്ളിയാണ്. ഇനി ഞാൻ കഷ്ണിച്ചിരിക്കുകയാണ് കേട്ടോ. 2 ഉള്ളി. ഇനി ഒരു ലേശം ജീരകം കൂടി വെക്കണം. ഇപ്പം ജീരകം വെച്ചു. അടുത്ത സ്റ്റെപ്പ്, ഈ പരിപ്പിലേക്ക് ഞാൻ മുരിങ്ങ ഇല ഇടാൻ പോവാണ്. മുരിങ്ങ ഇല നല്ല മുരിങ്ങയാണ്. ഇതിനെ ഞാൻ കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇതിലൊരു 1.5 കപ്പ് മുരിങ്ങയുടെ ഇലയില്ല. അപ്പോൾ ഇനി ഞാനിതിനെ ഇതിലേക്കൊന്ന് ഇടുകയാണ്. ഈ മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ, ഒരു ചെറുതായിട്ടൊരു തിള വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതും കൂടി ഇട്ട് ലേശം ഉപ്പ്. ഇപ്പം ഞാൻ ഉപ്പിട്ടു. അപ്പോഴേക്കും വീഡിയോ ഓഫായി. അതുകൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. ഞാനിങ്ങനെ തന്നെ ക്യാമറ പിടിച്ചിട്ടൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിനിയിപ്പോൾ ഈ തേങ്ങ അരച്ചതും ജീരകവും എല്ലാം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനെ ഒന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിക്കട്ടെ. ഞാനിത് തേങ്ങ അരച്ചിട്ട് ഒന്ന് തിളപ്പിച്ചു. നല്ല ടേസ്റ്റായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാമെന്ന് തോന്നിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. ഇനി ഇതിൽ ഞാനൊന്ന് വറുത്തിടും. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തേങ്ങ അരച്ച ഉടനെ കുറച്ച് നേരം തിളച്ചില്ലെങ്കിൽ ഈ കറി ഇപ്പം നാളത്തേക്കൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേടുവന്നു വരും. പക്ഷേ ഈ തേങ്ങ അരച്ചിട്ട് നമ്മൾ മുരിങ്ങയും പരിപ്പിൻ്റെയും കൂടെ ഒഴിച്ച ഉടനെ ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ ആ കറി അപ്പോൾ ഉപയോഗിക്കാൻ മാത്രമേ പറ്റൂ. തേങ്ങ തിളച്ചില്ലെങ്കിൽ കുറച്ച് നേരം ചിലപ്പോൾ അത് കേടുവന്നു വരും. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കറിയൊക്കെ നന്നായി തിളച്ചു. ഞാൻ ഇനി ഇതിലൊന്ന് വറുത്തിടാൻ പോവാണ്. അത് 2 ചെറിയ ഉള്ളി, മുളകും കടുകും കൂടി വറുത്തിടാം. ഇപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക്, ഒരു മുളക്, അതിൻ്റെ കൂടെ മുളകും ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി ഒരു ബ്രൗൺ നിറമാവണ വരെ ഒന്ന് വറുത്ത്. ഇപ്പോൾ ഉള്ളി നന്നായി മൂത്തു. ഇതിലേക്ക് കറിയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഈ ഉള്ളി വറുത്തിടുന്നതാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ നല്ലൊരു മണം വരും. ഇപ്പോൾ എൻ്റെ ടേസ്റ്റി
മുളകുശ റെഡിയായി. ഇത് എൻ്റെ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ കറി റെഡിയായി ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പ്ലീസ് സപ്പോർട്ട് മീ, എൻകറേജ് മീ, കുറച്ച് ഫീഡ്ബാക്സൊക്കെ തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. So we'll see you in the next video with a wonderful recipe. Bye from Sudha Menon.